ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിയമം നടപ്പിലാക്കാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കം വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് തയ്യാറാക്കിയ റിപ്പോർട്ട് അനുസരിച്ച് ആ ബിൽ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചെങ്കിലും അത് പാസ്സാക്കണമെങ്കിൽ, അത് നിയമമാക്കണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2/3 ഭൂരിപക്ഷം, ഇരു സഭകളിലും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അത് ലഭിക്കാത്തിടത്തോളം ഈ നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കാനാവില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും തദ്ദേശ തെരഞ്ഞെടുപ്പുകളുമെല്ലാം ഒന്നിച്ച് നടത്തുക എന്ന സങ്കല്പം സാമ്പത്തിക ലാഭത്തിലേക്കും മറ്റും നയിക്കുമെന്നാണ് BJP സർക്കാർ, മോദി സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്ത് ഫെഡറലിസത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഒരേ ദിവസം നടത്തണം, ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്നത് ഒരു മുദ്രാവാക്യത്തിനപ്പുറം അത് പ്രായോഗിക തലത്തിൽ കൊണ്ടുവരാൻ എളുപ്പമല്ല. ഇപ്പോൾ 2 ബില്ലുകളാണ് ലോക്സഭയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു ബില്ല് ഈ പറഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്തുന്നതാണ്. മറ്റൊന്ന് യൂണിയൻ ടെറിട്ടറികളായ സംസ്ഥാനങ്ങൾ, അവിടുത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന നിയമമാണ്. അപ്പോൾ ഓരോ സമയത്തും 2014 മോദി സർക്കാരും 19 മോദി സർക്കാരും 24 മോദി സർക്കാരും ഇതുപോലെ അപ്രായോഗികമായ പല നിർദ്ദേശങ്ങളും ബില്ലുകളും നീക്കങ്ങളും കൊണ്ടുവരികയും അത് വിവാദങ്ങൾ ആവുകയും പ്രതിപക്ഷം ആ വിവാദങ്ങൾക്ക് പിന്നാലെ പോവുകയും ചെയ്യും. അപ്പോൾ ഈ വിവാദങ്ങൾ അല്ല, യഥാർത്ഥത്തിൽ ജനജീവിതവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഒട്ടനവധി വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സർക്കാർ തയ്യാറുമല്ല. ഇപ്പോൾ അദാനി മോദി ബന്ധം, അംബാനി മോദി തുടങ്ങിയ സമ്പന്നർ മാത്രമാണ്, അവരുടെ താല്പര്യങ്ങൾ മാത്രമാണ് സർക്കാർ സംരക്ഷിക്കുന്നത്. നമ്മുടെ എയർപോർട്ടുകളും റെയിൽവേ സ്റ്റേഷനുകളും തുറമുഖങ്ങളും എല്ലാം തന്നെ അദാനിക്ക് തീരെഴുതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ രാജ്യം പോവുകയാണ് എന്ന പ്രതിപക്ഷത്തിൻ്റെ, ഇന്ത്യ മുന്നണിയുടെ ആരോപണം. തൊഴിൽരഹിതരുടെ എണ്ണം ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയ ഒരു കാലഘട്ടം, കഴിഞ്ഞ 75 വർഷത്തിനിടയിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ തൊഴിലില്ലായ്മ, അവരുടെ എണ്ണം പെരുകുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അപ്പോൾ ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കാനോ, തൊഴിൽരഹിതർക്ക് തൊഴിൽ നൽകാനോ, കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ, കർഷകർ എത്ര കാലമായി സമരം നടത്തുന്നു, ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി കർഷകർ നടത്തിവരുന്ന സമരങ്ങൾക്ക് നേരെ മുഖം തിരിക്കുകയും അവർക്ക് നേരെ കണ്ണീർവാതകവും മറ്റും ജലപീരങ്കിയും പ്രയോഗിക്കുന്ന അവസ്ഥയിലാണ് രാജ്യം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം ഇന്ന് ആവശ്യപ്പെടുന്ന നീറുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാനും പ്രതിപക്ഷത്തിനെ മറ്റൊരു വഴിക്ക് പോകാൻ പ്രേരിപ്പിക്കാനും ഉതകുന്ന ചില നീക്കങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗം തന്നെയാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്. 10 വർഷത്തിന് ശേഷം മാത്രം നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു നിയമത്തിന് വേണ്ടി ഭൂരിപക്ഷമില്ലാത്ത ലോക്സഭയിലും രാജ്യസഭയിലും 2/3 ഭൂരിപക്ഷം ആവശ്യമായ ഒരു ഭരണഘടനാ ഭേദഗതി ആവശ്യപ്പെടുന്ന ബിൽ അവതരിപ്പിച്ച് ഇല്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്ത് പ്രതിപക്ഷത്തെ വഴിതെറ്റിക്കാനാണ് മോദി സർക്കാർ ശ്രമിക്കുന്നത്. ഇത് തിരിച്ചറിയാനാണ് ഇന്ത്യ മുന്നണിയും പ്രതിപക്ഷവും